പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ഈ മാസം 28-ന് വരും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം പ്രത്യേക CBI കോടതിയാണ് വിധി പറയുക. നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള കേസിലെ വിധി CPIM-ന് നിർണായകമാണ്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, CPIM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികളായ കേസാണ്. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത കേസാണ്. 28-ന് നമുക്ക് വിധി പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും സ്മൃതി, അതായത് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം കാസർഗോഡ് പെരിയയിൽ നടക്കുന്നത്. ശരത്ലാലും കൃപേഷും യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. അവരെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത്. ആ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കൊലപാതകവുമായി ഒരു തരത്തിലുമുള്ള ബന്ധം CPIM-നോ അല്ലെങ്കിൽ CPIM-ൻ്റെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് CPIM ഉന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇതിൻ്റെ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട CPIM-ൻ്റെ നേതാക്കൾ തന്നെ, അതായത് മുൻ കാഞ്ഞങ്ങാട് MLA ഉൾപ്പെടെ, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുന്നു. ഒന്നാം പ്രതിയായിട്ടുള്ളവർ പോലും പ്രധാനപ്പെട്ട പാർട്ടി ചുമതലകൾ വഹിക്കുന്നവരാണ്. 24 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിലാണ് ഈ കുടുംബം ഈ സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ പോലീസ്, കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ കൃത്യമായ രീതിയിൽ നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ CBI അന്വേഷണത്തിലേക്ക് ഉൾപ്പെടെ ഈ കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ആ നിയമ നടപടി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ CBI കോടതിയുടെ ഒരു വിധി 28-ാം തീയതി ഇപ്പോൾ പുറത്തേക്ക് വരാനിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള CBI അന്വേഷണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ കൂടുതലായിട്ടുള്ള ഒരു രാഷ്ട്രീയമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് CPM പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെയാണ് ഇതിനകത്ത് പ്രതിയായി വന്നിരുന്നത്. CPM-ൻ്റെ കാഞ്ഞങ്ങാട് MLA ആയിട്ടുള്ള കുഞ്ഞിരാമൻ ഉൾപ്പെടെ, അതിനു പുറമെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പീതാംബരൻ ഉൾപ്പെടെ, പാക്കം ലോക്കൽ സെക്രട്ടറി, അങ്ങനെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇതിനകത്തെ പ്രധാനപ്പെട്ട 1, 2, 3 സ്ഥാനങ്ങളിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരൊക്കെ അത്തരത്തിലുള്ള പ്രതികളായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM വലിയ രീതിയിൽ ഇപ്പോഴും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ ഈ കോടതിയുടെ വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.